എന്താണ് ഈ കാര്യമായിട്ട് പണിയെടുക്കുന്നതെന്നല്ലേ? തീർന്നു, 5 മണിയായി, ലാപ്ടോപ്പ് അടയ്ക്കാൻ സമയമായി. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയി റെഡി ആവാൻ വേണ്ടിയിട്ട് പണികളെല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അയ്യോ, ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ഒത്തിരി പണിയുണ്ടായിരുന്നു. ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അല്ല സോറി, വേറൊന്നും ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. ഫുൾ പണിയോട് പണിയായിരുന്നു. ഞാൻ എന്തായാലും പോയി ഒന്ന് റെഡി ആവട്ടെ. ലാപ്ടോപ്പൊക്കെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് സെറ്റായിട്ട് ഒന്ന് പോയി റെഡിയായി സിനിമയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അമ്മോ, ചൂടെടുത്തിട്ട് ചാവുന്നു. തണുപ്പ് വന്നു കൂടിയാ കുറ്റം, ചൂട് കൂടിയാ കുറ്റം. ഇന്ന് വലുതായിട്ട് ഒരുങ്ങുന്നില്ല. ഇന്ന് ഈ ടോപ്പിനൊരു പ്രത്യേകതയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു 6 years മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് തടി കൂടിയത് കാരണം യൂസ് ചെയ്യാൻ പറ്റിയില്ല. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ ചാടി കിടക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്നു. ചുമ്മാ ഈ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് നോക്കിയപ്പോൾ ഇത് സെറ്റായിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിട്ടിട്ട് പോവാന്ന്. ഭയങ്കര സന്തോഷമായി. ജിമ്മിൽ പോകുന്നതിന്റെ ഒരു ഗുണമേ. നോക്കടാ, നോക്ക്. യെസ്, ഫൈനലി ഞങ്ങൾ സെൻട്രൽ ലണ്ടനിലെത്തി. നല്ല തിരക്കായിരുന്നു. സെൻട്രൽ ലണ്ടൻ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഓഡിയോൺ മോളിലാണ് ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. വിശന്നിട്ടാണെങ്കിൽ കൊട്ടൽ കരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കയറാൻ താല്പര്യമില്ലാത്ത എല്ലാ എണ്ണത്തിനും പിടിച്ച് ഞാൻ വീഡിയോയിൽ കയറ്റിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ മൂവിക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ. സിനിമ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഇനി പോയി വല്ലതും കഴിക്കട്ടെ. മെയിൻ പരിപാടിയാണ്, വിശന്നിട്ട് കൊടലെരിയുന്നത്. അപ്പോൾ ഞങ്ങള് നല്ല മലയാളി റെസ്റ്റോറൻറ്റ് കിട്ടുമോന്ന് അറിഞ്ഞിട്ട് വേണം ഇനി പോവാൻ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിരിക്കും. ഐ എം നോട്ട് എ ചായ പേഴ്സൺ, പക്ഷെ എനിക്ക് ചായ കടയിൽ നിന്ന് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫീലാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്പ്പത്തലും ബീഫും ആണ്. അതിൻ്റെ കൂടെ തന്നെ മന്തി ഓർഡർ ചെയ്തു. ഞങ്ങൾ പിന്നെ മാംഗോ ഫിഷ് കറി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ അപ്പം ഓർഡർ ചെയ്തു. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും. അതാകുമ്പോൾ എല്ലാവർക്കും എല്ലാ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാനും പറ്റും. നമ്മുടെ വയറും നിറയും, സന്തോഷവും ആവും. ഇന്നത്തെ ഫുഡ് നമ്മൾ കഴിച്ചത് സുലൈമാനി എന്ന് പറയുന്ന ഈസ്റ്റാമിലുള്ള ലണ്ടനിലുള്ള ഒരു കടയിൽ നിന്നാണ്. അങ്ങനെ കൂമ്പ എല്ലാം നിറഞ്ഞു. എൻ്റെ അമ്മയെ വയറ് പൊട്ടാറായി. അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം. ബൈ.